ഹായ് ഫ്രണ്ട്സ്, വീഡിയോ ക്ലാസ്സിലേക്ക് സ്വാഗതം. സാമൂഹ്യ പരിഷ്കരണ പ്രസ്ഥാനങ്ങൾ എന്ന ഭാഗത്തു നിന്നും രാജാറാം മോഹൻ റോയാണ് ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ. നോക്കാം. ആധുനിക ഇന്ത്യയുടെ പിതാവ് എന്നറിയപ്പെടുന്ന ആരാണ്? രാജാറാം മോഹൻ റോയ് കേട്ടോ. അപ്പോൾ ആധുനിക ഇന്ത്യയുടെ പിതാവെന്ന് ഗോപാൽ കൃഷ്ണ ഗോഖലെയാണ് ഇങ്ങനെ വിശേഷിപ്പിച്ചത് കേട്ടോ. ഇന്ത്യൻ നവോത്ഥാനത്തിൻ്റെ പിതാവ് എന്നറിയപ്പെടുന്നു. ഇന്ത്യൻ ദേശീയതയുടെ പ്രവാചകൻ എന്നറിയപ്പെടുന്നു. ഇംഗ്ലണ്ടിലേക്ക് കടൽമാർഗം പോയ ആദ്യ ഇന്ത്യക്കാരാണ് രാജാറാം മോഹൻ റോയാണ് കേട്ടോ. രാജ എന്ന പദവി നൽകിയ മുഗൾ ഭരണാധികാരി അക്ബർ ഷാ രണ്ടാമനാണ്. അക്ബർ ഷാ രണ്ടാമനാണ് കേട്ടോ. ബ്രഹ്മസമാജം എന്താ നോക്കാം. ബ്രഹ്മസമാജ സ്ഥാപകൻ ആരാണ്? രാജാറാം മോഹൻ റോയ് അല്ലേ. ഹിന്ദുമതത്തിലെ അനാചാരങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും തുടച്ചു നീക്കണം എന്ന ആഗ്രഹത്തോടു കൂടി രാജാറാം മോഹൻ റോയ് സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. സ്ഥാപിതമായ വർഷം എന്നാണ്? 1828 കേട്ടോ സ്ഥാപിതമായത്. ആരംഭിച്ച സ്ഥലം കൊൽക്കത്തയിലാണ്. അപ്പോൾ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് 1828 ആരംഭിച്ച സ്ഥലം കൊൽക്കത്തയാണ്. ആദ്യ പേര് ബ്രഹ്മസഭ എന്നായിരുന്നു. അതായത് രാജാറാം മോഹൻ റോയുടെ മരണശേഷം ബ്രഹ്മസമാജം മൂന്നായി പിരിഞ്ഞു കേട്ടോ. ആദ്യമായിട്ട് ആദി ബ്രഹ്മസമാജം സ്ഥാപകൻ ദേവേന്ദ്രനാഥ ടാഗോർ. ഇന്ത്യൻ ബ്രഹ്മസമാജം സ്ഥാപകനാരാണ്? കേശവചന്ദ്രസേനാണ്. സാധാരണ ബ്രഹ്മസമാജം സ്ഥാപിച്ചത് ആനന്ദ മോഹൻ ബോസ്. അപ്പോൾ ആദി ബ്രഹ്മസമാജം ദേവേന്ദ്രനാഥ ടാഗോറും, ഇന്ത്യൻ ബ്രഹ്മസമാജം കേശവചന്ദ്രസൻ, സാധാരണ ബ്രഹ്മസമാജം ആനന്ദ മോഹൻ ബോസുമാണ് സ്ഥാപിച്ചത് കേട്ടോ. അടുത്തത് രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പത്രം ഏതാണ്? സംവാദ് കൗമുദി. ഇല്ല, അത് ബംഗാളി ഭാഷയിലാണ് ആരംഭിച്ചത്. പിന്നെ എന്താണ്? മിറാത്തുൽ അക്ബർ, അത് ഉറുദു ഭാഷയിലുമാണ്. ഇന്ത്യൻ ദേശീയ പത്രപ്രവർത്തനത്തിൻ്റെ സ്ഥാപകൻ എന്ന് അറിയപ്പെടുന്നു. രാജാറാം മോഹൻ റോയ് പേർഷ്യൻ ഭാഷയിൽ ആരംഭിച്ച പത്രമാണ് മിറാത്തുൽ അക്ബർ. മിറാത്തുൽ അക്ബർ ഏതാണ്? അത് പേർഷ്യൻ ഭാഷയിലാണ് കേട്ടോ ആരംഭിച്ചത്. രാജാറാം മോഹൻ റോയ് ആരംഭിച്ച പ്രസിദ്ധീകരണമാണ് ബംഗദൂത്. 1829 ആരംഭിച്ചത് കേട്ടോ. ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തത് രാജാറാം മോഹൻ റോയ് ആണ്. രാജാറാം മോഹൻ റോയുടെ പ്രധാന പുസ്തകങ്ങൾ ഏതൊക്കെയെന്ന് നോക്കാം. തുഫത്തുൽ മുവാഹിദ്ദീൻ, ജീസസിൻ്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. വേദാന്ത ഗ്രന്ഥം ഏതൊക്കെയാണ്? തുഫത്തുൽ മുവാഹിദ്ദീനാണ്. ജീസസിൻ്റെ കൽപ്പനകൾ, വേദാന്ത ഗ്രന്ഥം. ഇതൊക്കെ ആരുടെയാണ്? രാജാറാം മോഹൻ റോയിൻ്റെ കേട്ടോ. ഇനി കൃതികൾ നോക്കാം. തുഫത്തുൽ മുവാഹിദ്ദീൻ അല്ലേ, ഇത് ഏകദൈവ വിശ്വാസികൾക്കുള്ള സമ്മാനം എന്നറിയപ്പെടുന്നു കേട്ടോ. ജീസസിൻ്റെ കൽപ്പനകൾ, അതായത് പെർസ്പെക്ട്സ് ഓഫ് ജീസസ്, അതാണ് അതിൻ്റെ പരിഭാഷ. പിന്നെ ഭഗവത്ഗീത ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതും, അതുപോലെ തന്നെ ജാതി വ്യവസ്ഥ എതിർക്കുന്ന ബജ്രാസൂചി എന്ന നാടകം ബംഗാളി ഭാഷയിലേക്ക് തർജ്ജമ ചെയ്തതും രാജാറാം മോഹൻ. സതി സമ്പ്രദായം നിർത്തലാക്കുന്നതിന് വേണ്ടി സുപ്രധാന പങ്ക് വഹിച്ച വ്യക്തിയാണ് രാജാറാം മോഹൻ റോയ്. സതി നിയമം വില്യം ബെൻഡിക് പ്രഭു നിർത്തലാക്കിയ വർഷം 1829 ഡിസംബർ 4 അപ്പോൾ സതി നിയമം വില്യം ബെൻഡിക് പ്രഭു നിർത്തലാക്കിയ വർഷം 1829 ഡിസംബർ 4 സതി നിയമം അറിയപ്പെടുന്ന മറ്റൊരു പേരാണ് റെഗുലേഷൻ 17 എന്നാണ് കേട്ടോ. രാജസ്ഥാനിൽ സതി നിരോധനം നടപ്പിലാക്കിയ വർഷം 1987 ഇന്ത്യയിൽ സതി നിരോധനം നടപ്പിലാക്കിയ വർഷം 1988